നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 മെയ് മാസം 29-ാം തീയതി 1199 ആണ്ട് ഇടവ മാസം 15-ാം തീയതി ബുധനാഴ്ച. ഇന്നും തിരുവോണ നക്ഷത്രമാണ് നമുക്ക് ഉദയ നക്ഷത്രമായി വന്നിരിക്കുന്നത്. ശരിക്ക് 8-8:30 മണിയോളം രാവിലെ തിരുവോണ നക്ഷത്രമുണ്ട്. അതിനുശേഷം അവിട്ട നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 6 നാഴിക നേരത്തോളം തിരുവോണം ഉള്ളതുകൊണ്ട് നമുക്ക് തിരുവോണ നക്ഷത്രത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കാം. ഇന്ന് തിരുവോണ നക്ഷത്രവും ബുധനാഴ്ചയായിട്ട് വന്നിരിക്കുകയാണ്. ബുധൻ എന്ന് പറയുമ്പോൾ പ്രവൃത്തികാരകനാണ്. അപ്പോൾ പ്രവൃത്തിയെ പുഷ്ടിപ്പെടുത്തുന്ന ദിവസമാണ് ബുധനാഴ്ച. അതുകൊണ്ട് ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യാൻ ഇറങ്ങിയാലും അത് വിജയത്തിലേക്ക് വരുന്ന ദിവസമാണ് ശരിക്ക് ബുധനാഴ്ച. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നാലോ അത് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. നമുക്ക് വാർഷിക ഫലമാണ്. ഒരു വർഷം നമുക്ക് എങ്ങനെ ഇരിക്കും അത് നമ്മൾ ബർത്ത്ഡേ ദിവസത്തെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഒക്കെ ഇടവരുന്ന അവസ്ഥാവിശേഷത്തെ സൂചിപ്പിക്കുന്നതാണ് ബുധൻ്റെ ദിവസം. അപ്പോൾ ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും, ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും, എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമാണ്. വിദ്യാഭ്യാസപരമായി നിൽക്കുന്നവർക്കാണ് ഏറ്റവും ശോഭനം. വിദ്യ പൂർത്തീകരിക്കാനും വിദ്യാഭ്യാസം ഭംഗിയായി പോകാനും അതുപോലെ ഹയർ സ്റ്റഡീസിന് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദം, വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദം ഒക്കെ ആയിട്ടുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലം. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഭാഗ്യദായകമാണ്. അതുകൊണ്ട് ഈ ബർത്ത്ഡേയും കൂടി വന്നിരിക്കുന്ന ബുധനാഴ്ച ആയതുകൊണ്ട് ഒരു കാര്യത്തിലും അറച്ച് നിൽക്കരുത്. ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഇനി മാറ്റി വയ്ക്കാൻ ശ്രമിക്കരുത്. നമുക്ക് നല്ല അവസരം ദൈവം തന്നിരിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ ശുഭദിവസമാണ്, ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും രാവുകാല സമയം നോക്കി യാത്ര ചെയ്യുന്നത് നന്നായിരിക്കും. ബുധനാഴ്ച കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 12:01 എന്നാണ്. അപ്പോൾ രാവുകാലം തുടങ്ങുന്നത് തന്നെ 12:21 തൊട്ട്. അപ്പോൾ 1 മണി 12 തൊട്ട് 1:30 വരെ നിന്നിട്ടുണ്ട്. 1 മണി ജാതകപ്രകാരം അന്നത്തെ 1:56 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാല സമയം ആകിലും ശുഭകാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി വിടുക രാവുകാലത്തെ. അതുപോലെ നമുക്ക് ചെയ്തുകൂടാത്ത 2 സമയങ്ങളുണ്ട്, യമകണ്ഠനും ഗുളികനും. അത് ഗുളികകാല സമയം ഇന്ന് വരുന്നത് 10:48 തൊട്ട് 12:22 വരെയും, അതേപോലെ യമകണ്ഠകാല സമയം വരുന്നത് 7:40 തൊട്ട് 9:14 വരെയും. ഈ സമയം നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഈ സമയം വിട്ടു നിൽക്കണം. അത് അനുകൂലപ്രദമായ സമയം അല്ല. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം വരുന്നതും ഉച്ച സമയത്താണ് വരുന്നത്. 12 മണി ഏകദേശം 11:57 തൊട്ട് തുടങ്ങും. 12:46 വരെ ഉണ്ട്. ഈ സമയം കൂടുതലും രാവുകാലം കൂടി കയറി വരുന്നത് കൊണ്ട് അഭിജിത്ത് മുഹൂർത്തം, രാവുകാലം അഭിജിത്ത് മുഹൂർത്തമായിട്ട് ഒരു ബന്ധവുമില്ല എങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്ത സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യാം. എന്നാലും 12:21 വരെ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ ഉള്ളിൽ, അതായത് 11:57 തൊട്ട് 12:21 വരെ വരുന്ന സമയത്തിനകത്ത് എന്തെങ്കിലും കാര്യം ചെയ്താൽ കുറച്ചുകൂടി ശോഭനമായി തീരും. അതുപോലെ ഇന്ന് വസ്ത്രധാരണം നടത്തുമ്പോൾ പച്ച കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമാണ്. അമ്പല ദർശനം ചെയ്യുമ്പോഴും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ഭഗവാന് പാൽപ്പായസം തുളസിമാല അർച്ചനയൊക്കെ നടത്തുക. അതുപോലെ ഭഗവതി ക്ഷേത്രത്തിൽ പോയി അർച്ചനയ്ക്ക് കൊടുക്കുകയും പാൽപ്പായസം നടത്തുകയും ഒക്കെ ചെയ്തു പോകുന്നതും ദേവീപ്രീതി വർദ്ധിക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുകൂലപ്രദമാണ്. പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമാണ് ഈ ജന്മദിനം. എല്ലാവിധ
സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.